ഹായ് എവരിവൺ. സോ നമ്മുടെ +1 എല്ലാ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആയി. ഓൾമോസ്റ്റ് എല്ലാ അലോട്ട്മെൻറ്റുകളും അല്ലേ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അടക്കമുള്ള എല്ലാ അലോട്ട്മെൻറ്റുകളും വന്നിട്ടുണ്ട്. എല്ലാവർക്കും സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് അഥവാ അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്നതാണ് നമ്മുടെ ഓണം എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു അക്കാഡമിക് ഇയർ അഥവാ നമ്മുടെ +1 സ്റ്റാർട്ട് ചെയ്തതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ വാല്യുവേഷനും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വരാൻ പോകുന്ന ഒരു എക്സാമാണ് നമ്മുടെ ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ഈ ഒരു ഓണം എക്സാം നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളും ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സോ അവിടെ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈമോ അതുപോലെ തന്നെ എക്സാമിലേക്കുള്ള ഒരു ടൈമിങ് അവൈലബിൾ ആയിരുന്നില്ല. എന്നാൽ ഈ കൊല്ലം അല്ലേ, നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ജൂലൈ 1 മുതൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ വരുന്ന ജൂലൈ, ഓഗസ്റ്റ് അല്ലേ, 2 മാസം സമയം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സെപ്റ്റംബറിലായിരിക്കും എന്ത് വരുന്നുണ്ടാവുക, മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ഓണം എക്സാം വരുന്നുണ്ടാവുക. സോ ഈ ഒരു ടൈം പീരീഡ് കൊണ്ട് തന്നെ നമുക്ക് ഓണം എക്സാമിലേക്കുള്ള പോർഷൻസ് എന്ത് ചെയ്യാവുന്നതാണ്, വളരെ ഈസിലി കംപ്ലീറ്റ് ചെയ്യാവുന്നതും നമ്മുടെ ഓണം എക്സാം എന്തായാലും നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഈ ഒരു ഓണം എക്സാമിലേക്ക് നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പറയാവുന്നതാണ്. സോ നമ്മുടെ മെയിൻ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ആദ്യം വരുന്ന കുറച്ച് പോർഷൻസ് ആയിരിക്കും ഈ ഒരു എക്സാമിലേക്ക് നമുക്ക് വരുന്നുണ്ടാവുക. ആ ഒരു പോർഷൻസിൻ്റെ ബേസിസിൽ നമുക്ക് എക്സാം നടത്തുന്നതായിരിക്കും. സോ ഈ ഒരു ഓണം എക്സാമിലേക്കുള്ള എല്ലാ പോർഷൻസും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിച്ച് നല്ല മാർക്ക് തന്നെ എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം.